കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളവാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പം എല്ലാവരും വരൂ, നമുക്ക് ഗുരുവായൂരപ്പനെ കാണണം. ഗുരുവായൂരപ്പൻ്റെ ഏത് രൂപത്തിലാണ് ഗുരുവായൂരപ്പൻ നമ്മളെ കാത്തിരിക്കുന്നത് നോക്കണ്ടേ? എല്ലാവരും വരൂ കേട്ടോ, വേഗം വരൂ, നമുക്ക് തൊഴാനായിട്ട് പോവാം. തിരക്കൊക്കെ ശാന്തമായി, വൈശാഖത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞു. അതേപോലെ ഇപ്പോൾ ഇന്നലെ മുഴുവൻ സമയവും, ഇന്നലെ ചൊവ്വാഴ്ചയായിരുന്നു, മുഴുവൻ സമയവും സോപാനം വഴിയായിരുന്നു വിട്ടിരുന്നത്. ഇന്നും ഇതുവരെയും കുറച്ച് സമയം വരെ അങ്ങനെ തന്നെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് മാറ്റിപ്പോയി. ഇപ്പോൾ വീണ്ടും ഏകാന്തത്തിലാണ് ഇപ്പോൾ അവസാനം അടയ്ക്കാറായ സമയത്ത്. എന്നാലും ഒരുവിധം ആളുകൾക്ക്, ഭക്തർക്ക് മുഴുവനും ആ രണ്ട് തരത്തിലുള്ള ദർശനം, അതായത് ആ മണ്ഡപത്തിൻ്റെ അവിടെ നിന്നുള്ളൊരു ദർശനവും സോപാനപ്പടിയിൽ നിന്നുള്ളൊരു ദർശനവും, അത് രണ്ടും സിദ്ധിച്ചിട്ടുണ്ട്. വളരെ ഭാഗ്യവതികളായ ആ ഭക്തരാണ്. കാരണം കഴിഞ്ഞ സമയത്തൊക്കെ വന്ന ആളുകൾക്കൊന്നും അത്രമാത്രം ആ ഒരു സൗഭാഗ്യ ദർശനം കിട്ടിയിരുന്നില്ല. ഇന്നും ഇന്നലെയൊക്കെ ആയിട്ടത് സിദ്ധിച്ചു. അപ്പം എന്തായാലും തിരക്കൊക്കെ കുറഞ്ഞു വരുന്ന ആ ഒരു അവസ്ഥയിൽ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിൻ്റെ അവിടെ വന്ന് ആ മഞ്ജുള വാരസ്യാരെ ഒന്ന് സ്മരിക്കാം. അതുപോലെ ആ ഒരു ഗരുഡൻ, വെങ്കല പ്രതിമ ഗരുഡൻ്റെ, അതൊന്ന് കാണാം. അതേപോലെ നേരെ വരുമ്പോൾ ആലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് ആ തീയരമ്പലമൊക്കെ കണ്ട് അതിലെ ഇങ്ങനെ വരാം. പുതിയ ഗോപുരമൊക്കെ കടന്ന് അകത്തേക്ക് വരുമ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലുള്ള, നമ്മളിവിടുന്ന് ചെല്ലുമ്പോൾ മുന്നിലുള്ള അത്തിമര ഗണപതിയെ ഒന്ന് കാണാം. അന്ന് കണ്ട് ഒന്ന് സമാധാനമായിട്ട് സന്തോഷത്തോടു കൂടി അത്തിമര ഗണപതിയെ തൊഴാം. സർവ്വവിഘ്നങ്ങളും അകറ്റിത്തരാനായിട്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമുക്ക് കിഴക്കേ നടയിലൂടെ അകത്തേക്ക് പ്രവേശിക്കാം. അങ്ങനെ വരുമ്പോൾ ആ വാതിൽപ്പടിയൊക്കെ, അതായത് വലിയ വലിക്കല്ലൊക്കെ കടന്ന് വാതിൽപ്പടി കടന്ന് അകത്തേക്ക് നോക്കുകയാണ്. അകത്തേക്ക് നോക്കുമ്പോൾ മനോഹരമായ ദിവ്യരൂപം കാണും. ആ നെയ്വിളക്കിൻ്റെ പ്രകാശം ഇങ്ങനെ ഉദിച്ചിങ്ങനെ ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച കാണാം. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഇടതുവശത്തുള്ള ആ മേൽപ്പത്തൂരിരുന്ന് നാരായണീയം എഴുതിയിരുന്ന ആ സ്ഥലം ഒന്ന് നോക്കിത്തഴും. അതേപോലെ വലതുവശത്തുള്ള ആ ഒരു തൂണ് നോക്കിത്തൊഴാം. നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണൊന്ന് നോക്കിത്തൊഴാം. അങ്ങനെ അത് കഴിഞ്ഞ് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നമ്മളെന്നും സോപാനപ്പടിയിലൂടെയാണ് പോവാറ്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ സോപാനപ്പടിയിലേക്ക് നടന്നു, അവിടെ എത്തി ഇങ്ങനെ ഭഗവാനെ നോക്കുകയാണ്. ഭഗവാനെ നോക്കുമ്പോൾ ആ കാൽപാദങ്ങൾ ഇങ്ങനെ കാണാണ്ട്, കാൽപാദങ്ങൾ 2 കാൽവളകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്, മഞ്ഞപ്പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരമണി കിങ്ങിണിയൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ കൈവളകൾ കാണാനുണ്ട്. കൈവളകൾ കാണാനുണ്ടെന്ന് മാത്രമല്ല, ഇന്ന് വെണ്ണക്കണ്ണനാണ്. പക്ഷെ വെണ്ണക്കണ്ണൻ എന്ന് വെച്ചാലും പോരാ, ഒരു കയ്യിൽ വെണ്ണുണ്ട്, മറു കയ്യിൽ വായേലിക്ക് വെണ്ണ വെച്ചും കൊണ്ടിരിക്കുക. വായേലും വെണ്ണുണ്ട്, ആർക്ക് വേണമെങ്കിൽ തരാം എന്നാണ്. കാരണം അത്രമാത്രം വെണ്ണുണ്ട്. ആർക്കാണോ ആവശ്യം അവർക്കൊക്കെ വെണ്ണ തരാമെന്നാണ്. ആ വെണ്ണക്കണ്ണൻ്റെ ആ കുസൃതി നിറഞ്ഞ ആ ഒരു ചിരിയാണ്, പുഞ്ചിരിയാണ് മുഖത്തിങ്ങനെ തെളിയുന്നതേ. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു ചാർത്ത്, നല്ല രസമായിട്ടുള്ള കാഴ്ച. വെണ്ണയൊക്കെ ശരിക്കും ഇങ്ങനെ കാണുന്നു, വെണ്ണേനെയാണ് തോന്നും, അത്രയ്ക്ക് മാത്രം രസകരമായ ഒരു കാഴ്ച. പിന്നെ ഭഗവാന്റെ തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കഴുത്തിൽ ഒരു വളയം പോലത്തെ മാലയുണ്ട്, ഒരു പതക്കം പോലത്തെ മാലയുണ്ട്. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ തിരുമുടിമാല 3 എണ്ണം ഉണ്ട്. വെളുത്ത പൂവും തുളസിയും കൂടി ഉള്ള 2 എണ്ണം, അതേപോലെ വെളുത്ത പൂവും തെച്ചിയും കൂടി ഉള്ളത് 1 എണ്ണം. അങ്ങനെ 3 തിരുമുടിമാലകൾ ഇങ്ങനെ
വെച്ചിട്ടുണ്ട്. പിന്നെ 2 ഉണ്ടമാലകൾ, വെളുത്ത പൂവിന് തന്നെ കേട്ടോ കൂടുതൽ പ്രാധാന്യം. വെളുത്ത പൂവും തുളസിയും കൂടെ ഉള്ളതാണ്. അതേപോലെ തന്നെ 2 എണ്ണം. പിന്നെ മുകളിൽ വിധാനമായിട്ട് ആ തുളസിമാലകൾ ഇങ്ങനെ ധാരാളം ചാർത്തിയിട്ടുണ്ട്. 4-5 തുളസിമാലകളുണ്ട്. അതിങ്ങനെ കാണാൻ നല്ല രസം. അപ്പോൾ ഭഗവാന്റെ ആ തിരുമുഖ കമലം എന്താ പറയുക, അത്രയ്ക്ക് മാത്രം ആ വെണ്ണ കഴിക്കുന്ന ആ കുസൃതി നിറഞ്ഞ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ മുഖഭാവം നമ്മളിലേക്ക് എത്തട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഗുരുവായൂരപ്പൻ്റെ ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. കളഭാലങ്കാരം ഇന്നത്തെ ഉച്ചപൂജ ഉണ്ടായിരുന്നത് മേൽശാന്തി കവപ്രമാരാത്ത് അച്യുതൻ നമ്പൂരിപ്പാടാണ്. അതുപോലെ ഇന്നത്തെ കളഭാലങ്കാരം ഇത്ര മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത് കക്കാട് സുനിലോദിക്കനാണ്. അദ്ദേഹമാണ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി ആദ്യം തന്നെ അഗ്നികോണിലേക്കൊന്ന് നോക്കി തൊഴുതു. പിന്നീട് തിടപ്പള്ളി നോക്കിയിട്ട് ഭഗവാന്റെ അത്യാവശ്യം ഏതിനും ആവശ്യമുള്ള ആ നേദ്യം തയ്യാറാക്കുന്ന, അതുപോലെ ഗണപതി ഹോമം നടത്തുന്ന ആ തിടപ്പള്ളി നോക്കി തൊഴുക. അതിനുശേഷം തിരിച്ച് ചുമരിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ ഉണ്ണിക്കണ്ണനെ, ആ ആലിലക്കണ്ണനെ കാണാം. പിന്നെ സപ്തമാതാക്കളെ കണ്ടു തൊഴാം. പിന്നെ അങ്ങനെ വന്ന് നോക്കുമ്പോൾ വിഘ്നേശ്വരൻ്റെ അടുത്ത് നല്ല ചെറിയൊരു ഉണ്ണി ആയിട്ടാണ് ഇന്ന്. നല്ല രസമായിട്ടാണ് കാഴ്ച. കൊമ്പും തുമ്പിക്കൈയൊക്കെ മുഖമൊക്കെ ഇങ്ങനെ ഇതായിട്ട്. അപ്പോൾ അതേപോലെ അർച്ചന, അവിടെ ഇന്നൊരു നമ്പൂരിക്കുട്ടിയും ചെറിയൊരു ഉണ്ണിയാണ് പൂജിക്കണതേ. നല്ല രസമായിട്ടുള്ള കാഴ്ച. അപ്പോൾ എല്ലാവരും ആ വിഘ്നേശ്വരനെ കണ്ട് പ്രാർത്ഥിച്ചോളും. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞാൽ സരസ്വതി ദേവിയുടെ അടുത്തേക്ക് നോക്കുക. അവിടെ കിടാവിളക്ക് കത്തണു. 2 മാലകളാണുള്ളത്. ഒരു വെളുത്ത പൂവുകൊണ്ടും പിന്നെ തുളസിയും കൂടി ഉള്ളത്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ട് തൊഴുത് ആ കോർണറിൽ വരുമ്പോൾ ആ ഗണേശനെ വീണ്ടും കാണാം. ഗണേശൻ്റെ അവിടെ ചെറിയൊരു തുളസിമാല ചാർത്തിയിട്ടുണ്ടാരോ. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കാണാം. അതൊക്കെ കണ്ടു തൊഴാം. അങ്ങനെ മേൽശാന്തിയിൽ അവിടെ വന്നാൽ അർച്ചന പ്രസാദം വാങ്ങാം. അപ്പോൾ അവിടെ കക്കാട് സുനിലോദിക്കനിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാം. പിന്നീട് അടുത്ത വാമന രൂപം കണ്ടു തൊഴാം. പിന്നെ ഗജേന്ദ്രമോക്ഷം, അതേപോലെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെ കണ്ടു തൊഴാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ നേരെ അടുത്ത അനന്തപത്മനാഭസ്വാമീനെ കണ്ടു തൊഴാം. അവിടെ ധാരാളം ലക്ഷ്മി വിളക്കിൽ ധാരാളം നെയ്യ് ഒഴിച്ചിട്ട് ഇങ്ങനെ കത്തി ദീപോജ്വലങ്ങളായിരിക്കുകയാണ്. ബ്രഹ്മാവിൻ്റെ മുകളിൽ ഒരു ചുവന്ന മാല നല്ല രസമായിട്ട് ഉണ്ട് കേട്ടോ. വളരെ തെച്ചിക്കൊണ്ടുള്ള പൂക്കളിങ്ങനെ ചുവന്ന വലിയ മാല. പിന്നെ വിഷ്ണുവിൻ്റെ മേലെ നിറച്ച് വെളുത്ത മുല്ല മുട്ടുമാലയും തുളസിമാലയും ഒക്കെ ആയിട്ട് നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. ബ്രഹ്മാവിൻ്റെ മുകളിലിങ്ങനെ ഇരിക്കുന്ന ആ ചുവന്ന മാലയ്ക്ക് ഭയങ്കര ഒരു എന്താ പറയുക, കണ്ണെടുക്കാൻ തോന്നില്ല എന്നല്ല, അങ്ങനത്തെ ഒരു കാഴ്ച, ഒരു അട്രാക്ഷൻ ഉള്ള മാതിരി. അപ്പോൾ എല്ലാവരും കണ്ട് തൊഴുതോളൂ. അതിനുശേഷം നമ്മൾ നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. അത് കഴിഞ്ഞാൽ നേരെ അങ്ങനെ വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടു തൊഴാം. കണ്ണനെ കാണാം, മുരുകനെ കാണാം. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. അവിടെ നിന്നൊരു വെറ്റിലമാല ഉണ്ട്, പിന്നെ ഒരു ചെറിയ നാരങ്ങമാല ഉണ്ട്. ഇപ്പോൾ ചാർത്തിട്ടുള്ളതുകൊണ്ട് പിന്നെ കുറച്ച് കുങ്കുമം അഭിഷേകം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ ഹനുമാൻ സ്വാമീനെ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമീനെ കണ്ടു തൊഴുതു പ്രാർത്ഥിച്ചു. ഇനി നമ്മൾ രാധാകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് ആ ഓവിൻ്റെ അവിടെ വന്ന് ഓവിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. പിന്നീട്
പടിഞ്ഞാറേ ഭാഗത്തേക്ക് നോക്കിയിട്ട് പടിഞ്ഞാറ് ലേശം നീങ്ങി നിന്നാൽ താമരക്കണ്ണനെ കാണാം. അതിനുശേഷം കിഴക്ക് വശത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഗ്രില്ലിൻ്റെ അപ്പുറത്തേക്ക് കടന്നാൽ നമ്മുടെ മണിക്കിണർ കാണാം. അതൊന്ന് നോക്കി തൊഴാം. അതേപോലെ നൃത്താറയിൽ അത് ദീപം കത്തി നിൽക്കുന്നു, കിടാവിളക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നു. നമ്മുടെ പൊന്നുണ്ണിയെ ഏത് രൂപത്തിലാണോ നമ്മൾ സങ്കല്പിക്കുന്നത് ആ രൂപത്തിൽ നമ്മുടെ മനസ്സിൽ വന്ന് കളിക്കാൻ ഉള്ള ആ ഒരു പൊന്നുണ്ണി കാണാം. അത് കഴിഞ്ഞാൽ നേരെ കുറൂരമ്മേനെയും നാരദരെയും കൃഷ്ണാട്ടത്തിൻ്റെ ആ ഒരു രൂപവും വസുദേവരും അനന്തനെയൊക്കെ പാടുള്ള ആ ഉണ്ണീനെ കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചയൊക്കെ കണ്ട് നേരെ വടക്കേ നടയിലൂടെ പുറത്തേക്ക് വന്ന് ആ പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ആ ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ഭഗവതീനെ എടത്തരികത്തുകാവിലെ ഭഗവതിയുടെ അടുത്തേക്ക് പോവാം. അധികം തിരക്കൊന്നുമില്ല, സുഖമായിട്ട് ദർശനമാണ്. അങ്ങനെ അവിടെ വന്ന് നോക്കുമ്പോഴോ ഗോളയ്ക്കൊക്കെ ഇറക്കിയിട്ടുണ്ട്, പ്രത്യേകിച്ച് വേറെ അതൊന്നുമില്ല. പിന്നെ ചുവന്ന പട്ടിങ്ങനെ വിധാനിച്ചിട്ടുണ്ട്, അതാണ് ഭാഗം മുഴുവൻ ഗോളകയാണ്. അതിങ്ങനെ നല്ല രസമായിട്ടുണ്ട്. ചെറിയ വിഗ്രഹവും നന്നായിട്ടുള്ള ചാർത്തിയിട്ടുണ്ട്. 2 വിഗ്രഹം ഉണ്ടല്ലോ, അപ്പോൾ അത് രണ്ടും നന്നായിട്ട് കാഴ്ച കാണാനുണ്ട്. ധാരാളം അർച്ചന നടന്നിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു കാഴ്ചകൾ ഇങ്ങനെ കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും ഭഗവതീനെ പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ചു. ഇനി നമ്മളിങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ മമ്മിയൂരപ്പനെ കണ്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ നമശിവായ 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 എന്ന് ചൊല്ലുക. മനസ്സിൽ ആ മമ്മിയൂരപ്പൻ്റെ ആ വിഗ്രഹത്തെ അങ്ങോട്ട് ആവാഹിച്ച് അങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മൾ പോയിട്ട് മമ്മിയൂർ പോയി ദർശനം കിട്ടിയ ആ ഒരു അനുഭവമാവും, ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അത് കഴിഞ്ഞ് നമ്മൾ കൊടിമരത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ വരുമ്പോൾ ആൾ രൂപ വഴിപാടും അതേപോലെ മഞ്ചാടിക്കുരു വാരിയിടുന്നതും തുലാഭാര കൗണ്ടറൊക്കെ കഴിഞ്ഞ് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ശ്രീലകത്തേക്ക് ഒരിക്കൽ കൂടി നമ്മളെ വെണ്ണക്കണ്ണനെ, ആ പൊന്നുണ്ണിക്കണ്ണനെ ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഒന്നുകൂടി കാണാം. സുഖമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. കാരണം അധികം വലിപ്പമില്ലാത്ത ആളുകളൊക്കെയാണ് മുന്നിലുള്ളത് വെച്ചാൽ നല്ല സുഖമായിട്ട് കാണാൻ കഴിയും. അങ്ങനെ അവിടെ നിന്നൊന്ന് പ്രണമിച്ച് നമ്മൾ കൂത്തമ്പലത്തിലേക്ക് വരിക. കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ആ കിടാവിളക്ക് നോക്കിയിട്ട് തൊഴാം. അങ്ങനെ അതിന് ശേഷം നേരെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരിക. അവിടെ നിന്ന് അധികം ചാർത്തൊന്നും കാണാനില്ല, എന്നാലും ആ സ്വർണത്തിൻ്റെ പൊട്ട് വെച്ചിട്ടുണ്ട്, ആ ഗോളകിയും വെച്ചിട്ടുണ്ട്. അവിടെയും ധാരാളം അർച്ചനകൾ കഴിഞ്ഞിട്ടുണ്ട്, അതിങ്ങനെ കാണാണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമീനെ കണ്ട് പ്രദക്ഷിണം ചെയ്ത് നേരെ പടിഞ്ഞാറ് നടയിലുള്ള ആ ഒരു ദീപസ്തംഭത്തിൻ്റെ മുകളിൽ നോക്കിയാൽ പൊന്നുണ്ണിക്കണ്ണൻ ഇങ്ങനെ മുരളീധരനായിട്ട് കാണാം. അതൊന്ന് കണ്ട് തൊഴാം. അങ്ങനെ തിരിഞ്ഞ് കൊടിമരത്തിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ ഗരുഡധ്വജൻ നോക്കിയിട്ട് കണ്ട് തൊഴാം. പിന്നീട് നമ്മൾ പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് നമ്മുടെ രുദ്രതീർത്ഥക്കുളത്തിന് ഒന്ന് വലം വെക്കാനായിട്ട്, പ്രദക്ഷിണം വെക്കാനായിട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ അങ്ങനെ നോക്കുക. ഇന്നിപ്പോൾ മഴയൊക്കെ ശമിച്ച കാരണം വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊന്നുണ്ണി, അതായത് ഒരു മുരളീധരൻ കൂടി അവിടെ ഉണ്ടല്ലോ ആ വെള്ളത്തിൽ. അങ്ങനെ ശില്പം വളരെ രസമായിട്ട് കാണാൻ പറ്റുന്ന, 4 ഭാഗത്തും നോക്കിയാലും കാണാൻ പറ്റുന്ന ആ കുളത്തിനുള്ളിലെ ആ മുരളീധര വിഗ്രഹം കൂടി കാണാം. അങ്ങനെ കണ്ട് വേണുഗോപാലിനെ കണ്ട് തൊഴാം. അങ്ങനെ നമ്മൾ വരുമ്പോൾ പൂന്താനം പൂജിച്ചിരുന്ന നാരായണാലയത്തിൽ ചെന്ന് ആ വിഗ്രഹമൊക്കെ കണ്ട് അതേപോലെ ആ ഒരു നേരെ വന്ന് ഭഗവതിയുടെ അവിടെ വന്ന് ഒന്ന് പ്രാർത്ഥിക്കാം. പിന്നീട് ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നാൽ വീണ്ടും തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് നേരെ തെക്കേ നടയിലേക്ക് വരാം. തെക്കേ നടയിൽ വന്നാൽ ആ കൂവളത്തിനെ കാണാം. കൂവളത്തിനെ കണ്ട് തൊഴാം. മഹാദേവനെ അവിടെ, ആ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും ചൈതന്യമുള്ള കൂവളത്തിനെ നോക്കിയിട്ട് നമുക്കൊന്ന് പ്രദക്ഷിണം വയ്ക്കാം. അത് കഴിഞ്ഞ് ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു. ആ സുന്ദരമായ ആ വെണ്ണക്കണ്ണനെ കണ്ട് വെണ്ണ വേണ്ടവരൊക്കെ ചോദിച്ചോളൂ, വെണ്ണ തരും. എന്ത് പ്രശ്നമാണോ അതൊക്കെ ആ തിരുമുമ്പിൽ സമർപ്പിക്കുക. അപ്പോൾ അതിനൊരു പരിഹാരം അദ്ദേഹം കാണിച്ചു തരും. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും.
കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.